നമുക്കിത് ചക്ക പറിക്കാൻ വേണ്ടി പോയാലോ? പണ്ടൊക്കെ ചക്കയൊക്കെ പറിക്കണത് ഭയങ്കര സീനായിരുന്നു, വലിയ മരമായിരിക്കില്ലേ. പക്ഷെ ഇന്ന് നമുക്ക് ചെറിയ മരത്തിലൊക്കെ ചക്ക കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ട് അത് പറഞ്ഞു വരുന്നത് നമ്മുടെ വിയറ്റ്നാം വേർലി പോലുള്ള ബഡ് തൈകളൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമല്ലേ. അപ്പം നമ്മളെ വീട്ടുമുറ്റത്തുണ്ട് കേട്ടോ ഒരു ബഡ് തൈ. അതിൽ പിടിച്ച ചക്കയാണേ. നിങ്ങൾ വിചാരിക്കണ്ട ചക്ക പറിക്കാൻ പോയിട്ട് മരത്തിൽ ചക്കയൊന്നും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേന് ഇത്ര മാത്രമേ ചക്കയുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ളത് എന്തായാലും അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ചക്കയൊക്കെ ആദ്യം തന്നെ പറിച്ചു കൊണ്ടുപോയി. ബാക്കി വന്ന് നമുക്ക് ചെറിയ ചെറിയ ചക്കയായിരുന്നു കേട്ടോ. ഇത് പഴുത്ത് പാകമായിട്ട് ഈ മാവിന്ന് മാങ്ങ വീത പോലെ താലോട്ട് വീഴാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വവ്വാല് വന്നിട്ടത് കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കരുതി ബാക്കിയുള്ള എല്ലാ ചക്കയും പറിച്ച് വെക്കാന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ചക്ക പോലും കഴിക്കാൻ വേണ്ടി കിട്ടൂല കേട്ടോ. ഇത് ബഡ് തൈയാണ്, വിയറ്റ്നാം വേർലിയാണ്. നമ്മൾ നട്ടിട്ട് 2 വർഷമാകുമ്പോൾ തന്നെ ഇതിൽ നിറയെ ചക്ക പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ്. ഓരോ വർഷവും നന്നായിട്ട് ചക്ക പിടിക്കുന്നുണ്ട്. എല്ലാവരും പറയും സാധാരണ ബഡ് തൈയാണെങ്കിൽ ഒരുപാട് ചക്ക വെക്കരുത്, കുറച്ച് ചക്ക മാത്രം നിർത്തുക, ബാക്കിയുള്ളത് കളയാന്നുള്ളത്. പക്ഷെ ഞാൻ എല്ലാ ചക്കയും നിർത്താറുണ്ട്, കളയാറില്ല കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചക്കയെല്ലാം പിടിക്കാറുണ്ട്. ഇത് അവസാനം പിടിച്ച ചക്ക ആയതുകൊണ്ടാണ് ഈ ഒരു സൈസിലിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ ചക്ക നമ്മൾ പറിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിലുള്ളത് തോട്ടിയൊന്നും അല്ല കേട്ടോ. നമുക്കിവിടെ തോട്ടി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് ചെറിയൊരു പ്ലാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തോട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന PVC പൈപ്പ് കത്തിയായിട്ട് നമ്മൾ തോട്ടിയായിട്ട് ഉപയോഗിച്ചാണ്. പക്ഷെ അതെനിക്ക് പണി തന്നുകൊണ്ടേയിരുന്നു. കത്തി അവിടെ ഉടക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പണ്ടൊക്കെ ചക്ക പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയായിരുന്നു. വലിയ പ്ലാവൊക്കെ ആവും, നമ്മളതിൽ കയറണം, അല്ലെങ്കിൽ വലിയ തോട്ടിയൊക്കെ വെച്ച് പറിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ബഡ് തൈ ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം വിഷുവിന് കണി വെക്കാൻ നമുക്ക് ചക്ക ഉണ്ടാവില്ല, കാരണം ചക്കയൊക്കെ ഏകദേശം തീർന്നില്ല. പക്ഷേ വീണ്ടും മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൽ ചക്ക. ഇനി പിടിക്കുമോന്ന് അറിയില്ല. ഈ പ്ലാവ് ഞാൻ ഇവിടെ നടന്ന സമയത്ത് എല്ലാവരും എന്നെ ചീത്ത അറിയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണോ പ്ലാവ് നടുന്നത്, എവിടെയാണോ പ്ലാവ് നടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നട്ടതുകൊണ്ടാണ് എല്ലാവരും ചക്ക തിന്നുന്നത്. അങ്ങനെ പല പ്രാവശ്യം എനിക്ക് തോട്ടി പണി തന്നു. പക്ഷെ സക്സസ്ഫുള്ളി ഞാൻ ചക്കയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാം. നമുക്ക് ഇത്രയും ചക്ക ആവശ്യമില്ല, നമുക്ക് ആർക്കും കൊടുക്കുക കേട്ടോ ബാക്കിയുള്ളത്. പണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.